തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. തനിക്ക് ആരോടും പ്രതിബദ്ധതയില്ല, CPM-നോട് സഹകരിച്ചു പോകാനാണ് താല്പര്യമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്, CPIM-നോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല. വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ CPIM-നെയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ എൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയം, എൻ്റെ മനോഗതം, ബോധ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ സുഹൃത്തിന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കത്തിൻ്റെ പൂർണ്ണ രൂപവും ചേർത്തിരുന്നു. അൻവറിനോട് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ യോജിപ്പ് ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തെ BJP അനുകൂലികളാക്കാനാണ് ശ്രമം നടക്കുന്നത്. പാർട്ടിയോടോ മുന്നണിയോടോ നന്ദികേട് കാണിക്കില്ല. വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയോ പാർട്ടിയോ തള്ളിപ്പറയില്ല. അങ്ങനെ വന്നാൽ ഒരു വിഭാഗം സംശയത്തിന്റെ നേരിൽ നിർത്തപ്പെടും. അത് കേരളത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും. അങ്ങനെ ഒരു പാതകം ഉണ്ടായിക്കൂടാ എന്നും ജലീൽ പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് RSS ആണെന്ന് എതിരാളികൾ പോലും പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും RSS ബന്ധമുണ്ടെന്ന് വാർത്തകളും യോജിപ്പില്ല. പോലീസ് സംവിധാനമാകെ പ്രശ്നമാണെന്നും അഭിപ്രായമില്ല. ADGP MR അജിത് കുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായാണ് കരുതുന്നത്. ഇടതുപക്ഷത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് ഉള്ളത്. CPM കാണിച്ച സ്നേഹവായ്പിന് നന്ദിയെന്നും ജലീൽ പറഞ്ഞു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.